God on this camp. എന്തോ ഒരു ചാറ്റ് വന്നിട്ടുണ്ട്, അതായിരിക്കും. പ്ലീസ് റിപ്പോർട്ട് ക്ലാസ്. പ്രദീപ് പാസ്റ്റർ. താങ്ക് യു പാസ്റ്റർ. ഒരു മിനിറ്റ് റെക്കോർഡിംഗ് ഒന്ന് പോസ് ചെയ്യട്ടെ. അപ്പൊ നമ്മള് ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, അത് ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും പഠിച്ചു. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? നീതീകരണം. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വിശ്വാസത്താൽ. വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? എന്റെ ക്ലാസ് അങ്ങോട്ട് ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു. പാപം ക്ഷമിച്ചു കിട്ടുമ്പോൾ. അതാണ് ശരി. എപ്പോഴാണ്? ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അനേക കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാന കാര്യമാണ് അവൻ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത്. ഒരുവനിൽ നീതീകരണം സംഭവിക്കുന്ന എപ്പോഴാണ്? ജസ്റ്റിഫിക്കേഷൻ സംഭവിക്കുന്ന എപ്പോഴാണ്? എപ്പോഴാണ്? അവൻ രക്ഷിക്കപ്പെടുമ്പോൾ. അടുത്തത് എന്താണ്? സാങ്ക്ടിഫിക്കേഷൻ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, ഇത് രക്ഷ മുതൽ മരണം വരെ സംഭവിക്കുന്ന ഒന്നാണ്. എന്ത്? വിശുദ്ധീകരണം. നമ്മളെല്ലാവരും ആരാ? നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. സെയിൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. തമ്മിൽ എന്ത് വിളിക്കാം? പാസ്റ്റർ ജോൺ വി പിക്ക് പകരം നമുക്ക് സെയിന്റ് ജോൺ വി പി എന്ന് വിളിച്ചാലും അത് ദൈവസന്നിധിയിൽ അംഗീകാരമുള്ളതാണ്. കാരണം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ആരാണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? വിശുദ്ധരാണ്. എന്നാൽ പരിശുദ്ധൻ ഒരുവനേ ഉള്ളൂ. അതാരാ? ദൈവം മാത്രമേ ഹോളി എന്നുള്ള പദത്തിന് അർഹനുള്ളൂ. നമ്മൾ വിശുദ്ധൻ അല്ലെങ്കിൽ നമ്മൾ സെയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്യോന്യം വിശുദ്ധന്മാരായി കണക്കുകൂട്ടുന്നത്. വിശുദ്ധീകരിക്കുന്നത് ദൈവമാണ്. അത് നമ്മൾ പഠിച്ചു. ഈ വിശുദ്ധീകരണത്തിന് ഒരു അവസാനമുണ്ട്. നീതീകരണം നിത്യതയിൽ കാണും. നമ്മൾ നീതീകരിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. വിശുദ്ധീകരണത്തിന് ഒരു അവസാനമുണ്ട്. അതെപ്പോഴാണ്? കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ നാം മരിക്കുന്നിടം വരെ ഉള്ളൂ ഈ വിശുദ്ധീകരണ അവസ്ഥകൾ. പിന്നെ നമ്മെ കാത്തിരിക്കുന്ന ഒന്നുണ്ട്. എന്താണ്? അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്ന ഒന്നുണ്ട്. അതിന്റെ പേരെന്താ? അതാണ് ജോൺസൺ ബ്രദറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹത്വീകരണം. മർത്യതയിൽ നിന്നും തേജസ്സിലേക്ക് നാം മാറുകയാണ്. മർത്യതയിൽ നിന്നും മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? തേജസ്സിലേക്ക് മാറുകയാണ്. മനുഷ്യൻ മഹത്വത്തിലേക്ക് മാറുകയാണ്. ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും പോലെയുള്ള മറ്റൊരു ബിബ്ലിക്കൽ കൺസെപ്റ്റ് ആണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവമഹത്വത്തിന്റെ പങ്കാളിയാകുവാനുള്ള നിലയിലേക്ക് മനുഷ്യനെ ഉയർത്തപ്പെടുന്ന നിമിഷം, അതിൽ പങ്കുകാരനാകുവാൻ മനുഷ്യന് അവകാശം ലഭിക്കുന്ന നിമിഷം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. രക്ഷയുടെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. അതെ, ആ 3 ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അത് വേറൊരു അർത്ഥത്തിൽ ഇങ്ങനെയും പറയാം. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. കറക്റ്റ് ആണ്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ജസ്റ്റിഫിക്കേഷൻ. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സാങ്ക്ടിഫിക്കേഷൻ. രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ്? നാം തിരസ്കരിക്കപ്പെടുമെന്ന്. നാം ഈ മർത്യമായത് മാറ്റി അമർത്യമായതിനെ ധരിക്കുവാൻ ഇടയായി തീരുക.
ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ക്ലാസ് അങ്ങോട്ട് എഫക്റ്റീവ് ആകുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളൊന്നും ഓർക്കുന്നില്ലേ? അതോ ഞാൻ പറഞ്ഞു തന്നില്ല? രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നോ ഇല്ലേ? അപ്പൊ അതാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, രക്ഷിക്കപ്പെടും എന്നത്. അതിലൊന്നാണ് ഈ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേജ് ഓഫ് സാൽവേഷൻ ആണ് രക്ഷിക്കപ്പെടുമെന്നുള്ളത്. അപ്പോൾ സംഭവിക്കുന്നതാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ വിശ്വാസികൾ ക്രിസ്താനുരൂപരായി മാറുകയാണ്. അവിടെ മഹത്വമുള്ള ശരീരം, തേജസ്സുള്ള ശരീരം, ദ്രവത്വത്തിന് അവകാശമില്ലാത്ത ശരീരം, ദൈവത്തിന്റെ നിത്യ തേജസ്സിന്റെ ഭാഗമായി തീരുവാനുള്ള അവകാശം, ഇത് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോറിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഗ്ലോറിഫിക്കേഷന്റെ സ്പെല്ലിങ് GLORIFICATION. GLORIFACATION. ഇതാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാന് ഒരു പ്രസംഗം ഉണ്ടാക്കിയായിരുന്നു. എൻ്റെ ഒരു അങ്കിള് ഒരു 3 വാക്യം തന്നിട്ട് അതിനകത്ത് ഒരു പഠനം ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് ഒരു പഠനം അയച്ചു. വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊന്ന് ഷെയർ ചെയ്തെടുക്കുന്നത് ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് ഷെയർ ചെയ്തെടുക്കാം. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് എടുക്കാം, അല്ലെങ്കിൽ അത് കുറച്ചെങ്കിലും എടുത്തു പോകാം. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതിനോടനുബന്ധിച്ചുള്ളൊരു ലേഖനം എഴുതി കൊടുക്കാനാണ്. അതോ ഞാൻ ആ ലേഖനം എഴുതി കൊടുത്തിരുന്നു. ആ ലേഖനം വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ PDF കാണാനൊക്കെ ഓപ്പൺ ആയിട്ടില്ലേ? PDF ഓപ്പൺ ആയിട്ടില്ല. വാട്സാപ്പിന്റെ പേജ് വാട്സാപ്പാണ്. ഇപ്പൊ PDF ഓപ്പൺ ആയോ? അപ്പോ നമ്മുടെ ശരീരം 3 റെഫറൻസ് പുള്ളി എന്നിട്ട് അതിനെ കുറിച്ചൊരു പഠനം എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ പഠനം എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ അത് പ്രസംഗമാണ് വേണ്ടത്. അതുകൊണ്ട് ഇനി വീണ്ടും ഞാൻ അത് എഴുതി കൊടുക്കണം. ഞാൻ വിചാരിച്ചു അദ്ദേഹം YMCA ഉള്ളതുകൊണ്ട് അവരുടെ ബുക്കിലോ എന്തിലോ പ്രസിദ്ധീകരിക്കാനായെന്ന് വിചാരിച്ച് ആ രീതിയിലാണ് എഴുതി കൊടുത്തത്. ഈ 3 റെഫറൻസുകളാണ് തന്നത്. അപ്പോൾ ഞാൻ അതിൽ എഴുതി കൊടുത്തത് എന്തായാലും എൻ്റെ സ്വന്തം വർക്കാണ്, അതുകൊണ്ട് ഞാനതൊക്കെ വായിക്കുകയാണ്. പരിവർത്തനത്തിന്റെയും നവീകരണത്തിന്റെയും ഉദാഹരണമായി വേദപുസ്തകത്തിൽ ശരീരത്തെ വിത്തിനോട് ഉപമിച്ചിട്ടുണ്ട്. തിരുവെഴുത്തുകളിൽ ഉടനീളം വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രം മരണം, പുനരുത്ഥാനം, പരിവർത്തനം എന്നിവയിലൂടെ പ്രത്യാശയുടെയും പുതുക്കലിന്റെയും ശ്രദ്ധേയമായ പ്രമേയം ഉൾക്കൊള്ളും. ഇത് നിങ്ങൾക്ക് വായിക്കാമോ? ഞാൻ വായിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് കാണാമോ? മൊബൈൽ ഉപയോഗിക്കുന്നവര് ചരിച്ചു പിടിക്കും. ലാൻഡ്സ്കേപ്പ് മോഡിലാക്കുക. പോർട്രേറ്റ് മോഡിൽ മൊബൈൽ വെച്ചാൽ കാണത്തില്ല. ലാൻഡ്സ്കേപ്പ് മോഡിലാക്കി നോക്കിയാൽ ഒരു പക്ഷേ കാണാൻ കഴിയും. ഇപ്പോ കാണാമോ? കാണാമല്ലോ അല്ലേ? ഇയ്യോബിന്റെ വിലാപം അതുമുതൽ ലോകത്തിൽ മനുഷ്യരാശിക്ക് ലഭ്യമാകപ്പെട്ട ഏറ്റവും ആദ്യത്തെ പുസ്തകം എന്ന് വിചാരിക്കുന്ന പുസ്തകം ഏതാണെന്ന് അറിയാമോ? ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇത് ആരെഴുതിയതാണ്? മോശ എഴുതിയതാണ്.
രണ്ടും കറക്റ്റാണ്. ഇയ്യോബിന്റെ പുസ്തകമാണ് മനുഷ്യരാശിക്ക് ലഭ്യമായ ഏറ്റവും ആദ്യത്തെ പുസ്തകമെന്ന് വിചാരിക്കപ്പെടും. അപ്പൊ ഈ പുസ്തകം എഴുതി അനേക വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് മോശ എന്ന് പറയുന്നത്. എന്നാലും നമ്മളിത് മോശ എഴുതിയെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? രണ്ടും ശരിയാണ്. എന്തുകൊണ്ടാണ്? ഈ മോശയല്ല ആ മോശ എന്നാണോ? രണ്ട് മോശ ഒന്ന് തന്നെയാണ്. പെന്റാറ്റുക് ആദ്യത്തെ 5 പുസ്തകങ്ങൾ പെന്റാറ്റുക് എഴുതിയ മോശ തന്നെയാണ് ഇത് എഴുതിയതെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യൻ സംസാരിച്ചു തുടങ്ങി അനേകായിരം വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ എഴുതുവാൻ തുടങ്ങിയത്. സ്ക്രിപ്റ്റ് വന്നത് മനുഷ്യൻ സംസാരിച്ചതിന് ശേഷം. മനുഷ്യന്റെ ഏതൻ മുതൽ മനുഷ്യൻ സംസാരിക്കുകയാണ്, എന്നാൽ മനുഷ്യൻ എഴുതി തുടങ്ങി. അതിനുശേഷം അനേക വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ എഴുതി തുടങ്ങുന്നത്. എന്നാൽ പുസ്തകങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? പുസ്തകങ്ങൾ രൂപപ്പെടുന്നത് പ്രധാന ചരിത്ര സംഭവങ്ങളൊക്കെ പാട്ടുരൂപത്തിൽ പാടിപ്പതിഞ്ഞ് അടുത്ത തലമുറകളിലേക്ക് ഇത് പാടിയാണ് പുസ്തകങ്ങൾ കൈമാറി വരുന്നത്. നിങ്ങളുടെയൊക്കെ പ്രായമായവർക്ക് ഓർമ്മ കാണും, പാണന്മാർ പാടാൻ വരുന്നത് കണ്ടവരുണ്ട്. ഒരുപക്ഷെ പാസ്റ്റർ ജോയി പി ആലപ്പുഴയൊക്കെ കണ്ടു കാണും. നമ്മുടെ നാട്ടിലും ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരും അങ്ങനെ പാടി നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? വീടുകളിൽ വന്ന് പാടുന്നവരെയൊക്കെ. എല്ലാവരും ന്യൂ ജനറേഷൻ ആൾക്കാരായതിനാൽ സ്വതന്ത്രം. ഒരാൾ പോലും കണ്ടിട്ടില്ല. പാസ്റ്റർ വി പി ജോൺ കണ്ടിട്ടുണ്ടോ? പാസ്റ്റർ ജോയി പി ആലപ്പുഴ കൈ കാണിക്കും. കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വി പി ജോൺ പാസ്റ്ററും കൈ കാണിക്കും. വി പി ജോൺ പാസ്റ്ററും കണ്ടിട്ടുണ്ട്. ഉത്സവപ്പറമ്പിൽ പാടുന്ന കേട്ടിട്ടുണ്ടല്ലേ? സ്വതന്ത്രം. കണ്ടവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പാടിയാണ് അങ്ങനെ പാടി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് കാണാൻ കഴിയും. നമുക്ക് ചന്തകളുടെ മുന്നിലുമൊക്കെ ആൾക്കാർ നിന്ന് പാടുവാൻ. ന്യൂസ് പേപ്പറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരിടത്തൊരു കൊലപാതകമൊക്കെ നടന്നാൽ അത് വർണ്ണിച്ച് അതിന്റെ കാരണങ്ങളെല്ലാം കാര്യകാരണ സഹിതം നിന്ന് പാട്ടുകാർ പാടുമായിരുന്നു ചന്തകളുടെ എൻട്രൻസിലൊക്കെ. പിന്നീട് അത് അച്ചടിച്ച് വിൽക്കുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. ഇപ്പം ചന്തകളുടെ മുന്നിൽ അങ്ങനെയുള്ള പാട്ടുപുസ്തകങ്ങൾ വിൽക്കുന്നവർ കുറവാണ്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പാട്ടുപുസ്തകങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചന്തകളുടെ മുമ്പിൽ അങ്ങനെ കഥകൾ പാടുന്നവർ? സൂസൻ ആന്റി കണ്ടിട്ടുണ്ട്, വി പി ജോൺ പാസ്റ്റർ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അടുത്ത തലമുറയുടെ പ്രത്യാശ് ചെറിയൻ പാസ്റ്ററുടെ ചെറിയൻ പാസ്റ്ററുടെ മകനല്ലേ? അതെ അതെ. ഇതൊന്നും കണ്ടു കാണത്തില്ല. കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല 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 ഇല്ല. അത് കാലഘട്ടം മാറി. ഇനി ഒരിക്കലും അത് വരുന്ന തലമുറകൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പാടി മലയാളത്തിന്റെ ലിപി ഉണ്ടായിട്ട് എത്ര വർഷമായെന്ന് അറിയാമോ? മലയാളത്തിന്റെ ലിപി ഉണ്ടാക്കിയത് നമ്മൾ എഴുതുന്ന ഈ അതിന് മുമ്പ് കോലെഴുത്തും വട്ടെഴുത്തും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ പ്രസിദ്ധമായ രീതിയിൽ മലയാളത്തെ എഴുതി പഠിപ്പിച്ചത് ആരാണെന്ന് അറിയാമോ? നമ്മൾ എഴുതുന്ന ഈ എഴുതിയതാരാന്ന് ഉണ്ടാക്കിയത് ആരാന്ന് അറിയാമോ? എഴുത്തച്ഛനല്ല. എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് വള്ളത്തോളാണോ? ഇല്ല, മലയാളിയെ അല്ല. ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചമിൻ ബെയ്ലിയാണ്. അദ്ദേഹമാണ് ആദ്യമായി അച്ചടി കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് ആദ്യമായി സ്കൂൾ സ്ഥാപിക്കുന്നത്. ആ സ്കൂളാണ് ഇന്നത്തെ കോട്ടയം CMS കോളേജ്.
ഇന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ അനുബന്ധ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മലയാള ലിപിയും മലയാള അച്ചടിയും വളരുന്നത്. CSI, ഇന്നത്തെ CSI, അന്ന് ലണ്ടൻ മിഷൻ സർവീസും CMSകാരാണ്. ആദ്യത്തെ പ്രസവം അത് തന്നെയാണ് സാറേ. അതെ അതെ, അവര് ആദ്യത്തെ പ്രസവം ഈ ഓർത്തഡോക്സ് സഭയോടനുബന്ധിച്ചാണ് അവർ പ്രവർത്തിക്കാൻ വരുന്നത്. ഈ മിഷണറിമാർ വന്ന് ഇന്നത്തെ CSI സഭയ്ക്ക് വേണമെങ്കിൽ ആ പാരമ്പര്യ അവകാശമാണ്. കാരണം അവരെല്ലാം പിന്നീട് മെർജ് ചെയ്തുണ്ടായ സഭയാണ് CSI എന്ന് പറയുന്നത്. അവര് ഓർത്തഡോക്സ് സഭയുടെ അനുബന്ധമായി അവിടെ പ്രവർത്തിച്ച് അവർ തടി അച്ചുകൾ ഉണ്ടാക്കിയാണ് മലയാളം ബൈബിൾ ആദ്യമായി ഇന്നത്തെ നിലയിൽ അടിക്കുന്നത്. അതിനു മുമ്പ് ബോംബെയിലും കണ്ട് ചെറിയ രീതിയിൽ പഴയ ഏതോ ലിപിയിൽ അടിച്ചിരുന്നു എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വളഞ്ഞു വരുന്ന അക്ഷരങ്ങൾ ഈ ഗായും എല്ലാം ഉണ്ടാക്കിയത് ഈ ബെഞ്ചമിൻ ബെയിലി തന്നെയാണ് ആദ്യത്തെ സ്കൂൾ തുടങ്ങിയത്, അച്ചടി തുടങ്ങിയത്. അതാണ് ഇന്നത്തെ CMS കോളേജ്. ഇങ്ങനെ തലമുറകൾ പാടി വരുന്ന സംവിധാനമുണ്ട്. മനുഷ്യർ എഴുത്തു തുടങ്ങിയത് വർഷങ്ങൾക്ക് ശേഷം. പറഞ്ഞു പലയിടത്തും പോയാൽ ഇന്ന് ഗ്ലോറിഫിക്കേഷൻ പോലും തീരത്തില്ല. ഇന്ന് 1-2 ചാപ്റ്റേഴ്സ് റോമൻസിന്റെ തീർക്കണമെന്നുണ്ട്. എനിക്ക് ആകെ 5-6 ക്ലാസ്സേ ഉള്ളൂ. 2 ബുക്കും തീർക്കാനുണ്ട്, റോമൻസ് ആൻഡ് ഗലേഷ്യൻ. എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സഹകരിച്ചാൽ നമുക്കൊരു 4-5 എക്സ്ട്രാ ക്ലാസ്സും കൂടെ വെച്ചെങ്കിൽ തീർക്കാമായിരുന്നു. വ്യാഴാഴ്ചയും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടല്ലേ? ആഴ്ച 2 ദിവസം ക്ലാസ് ഉണ്ട്. തുടർന്ന് ഒരു ദിവസം കൂടെ ബുദ്ധിമുട്ടാവുമെന്ന് അറിയാം. നോക്കട്ടെ. ഇയ്യോബിന്റെ വിലാപം ഞാൻ പറഞ്ഞു വന്നത്. ഇയ്യോബിന്റെ വിലാപം എന്ന് പറയുന്നത് മനുഷ്യൻ എഴുതുവാൻ തുടങ്ങുന്നതിനും അനേക വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗാനമാണ് ഇയ്യോബിന്റെ വിലാപം എന്ന് പറയുന്നത്. ഒന്നുകിൽ അബ്രഹാമിന്റെ സമകാലീനൻ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഇസഹാക്കിന്റെ ഗോത്രപിതാവായ ഇസാഖിന്റെ മകനായിരിക്കാം ഇയ്യോബ് എന്നും പറയും. അല്ല, അബ്രഹാമിന്റെ സമകാലീനായിരിക്കാം ഇയ്യോബ് എന്നും പറയും. നമുക്കറിയില്ല. എന്തായാലും മോശയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. അപ്പൊ ഇയ്യോബിന്റെ വിലാപവും പൗലോസിന്റെ പരിവർത്തനാത്മകമായ പഠിപ്പിക്കലുകളിലും യേശുവിന്റെ പഠിപ്പിക്കലുകളിലും ഒക്കെ ഈ ശരീരം ഒരു വിത്താകുന്നു എന്നുള്ള പഠിപ്പിക്കൽ നമുക്ക് കാണാൻ കഴിയും. അത് ഭൗമികമായ അസ്തിത്വത്തിൽ നിന്നും നിത്യ ജീവനിലേക്കുള്ള യാത്രയെ പ്രകാശിപ്പിക്കുന്നു. ഇത് ബോഡി ആസ് എ സീഡ്, ശരീരം ഒരു വിത്താകുന്നു എന്നുള്ളതിന്റെ അവസ്ഥയിൽ എഴുതിയ ലേഖനമാണ്. ഇതൊരിക്കലും ഗ്ലോറിഫിക്കേഷന് വേണ്ടി എഴുതിയതല്ല. എങ്കിലും ഗ്ലോറിഫിക്കേഷന് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതെടുക്കുന്നേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. 3 റെഫറൻസുകളിൽ നമുക്ക് കാണാൻ കഴിയും പ്രധാനമായിട്ടും ഈ ശരീരം മാറ്റപ്പെടുമെന്ന്, ഈ ശരീരം ദൈവസന്നിധിയിൽ നിൽക്കുമെന്ന് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 3 റെഫറൻസ് ആണ്. ഒന്ന്, ഇയ്യോബ് 19:25 മുതൽ 29 വരെയും. 2, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 34 മുതൽ 49 വരെയും. മറ്റേത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 28 വരെയുമുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു ആശയമാണ് ശരീരം വിത്താണ് എന്നുള്ളത്. ശരീരം ഒരു വിത്താണ് എന്നുള്ളത്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് സങ്കീർണമായ ഒരു സൃഷ്ടിയാണ്. അത് ശ്രദ്ധേയമായ ഒരു സൃഷ്ടിയാണ്. എന്നാൽ ഇത്രയേറെ കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ശരീരം അത് നശ്വരമാണ്. അത് നശിക്കും. അത് മണ്ണിൽ തൊട്ടാൽ ചീഞ്ഞളിയാൻ തുടങ്ങും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് മണ്ണോട് മണ്ണായി ചേരും, മണ്ണിൽ ലയിച്ചു ചേരും. പിന്നീട് പതുക്കിനെ നമ്മുടെ അസ്ഥികളും ഒന്നും അല്ലാതെയാകുവാൻ തുടങ്ങും. ജീർണതയ്ക്കും മരണത്തിനും വിധേയമാണ് നാം ആയിരിക്കുന്ന മനുഷ്യ ശരീരം എന്നത്. മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹമാണ് നിത്യജീവൻ. മനുഷ്യന്റെ മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഒരുപക്ഷെ മനുഷ്യൻ എന്തെങ്കിലും വഴിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ രുചിക്കനുസരിച്ചുള്ള ഭക്ഷണം,
മനുഷ്യന് യാത്രാ സൗകര്യങ്ങൾ, കാറും ട്രെയിനും റോഡും, മനുഷ്യന് പറക്കുവാനുള്ള ആഗ്രഹം, മനുഷ്യൻ ഇന്ന് പറക്കുന്നു. ഫ്ലൈറ്റുകൾ വന്നപ്പോൾ മനുഷ്യന് ആഗ്രഹം നിന്ന് പറക്കണമെന്ന്. ഇന്ന് ഹോവർ, മനുഷ്യനിങ്ങനെ ഒറ്റയ്ക്ക് സ്കൂട്ടറിൽ പോകുന്ന കണക്കിന്ന് നിന്ന് പറന്ന് പോവുകയാണ്. നിങ്ങളൊക്കെ ഹെലിക്യാം കണ്ടിട്ടുണ്ട്, അത് കല്യാണ വീടുകളിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ക്യാമറ കണ്ടിട്ടുണ്ട്. ആ ക്യാമറയ്ക്ക് പകരം മനുഷ്യൻ നിൽക്കുന്നതാണ് കാണുന്നത്. ദുബായിലൊക്കെ പോലീസിനൊക്കെ ആ സിസ്റ്റം വന്നു. ക്യാമറയ്ക്ക് പകരം മനുഷ്യൻ അതിൽ കയറി നിൽക്കുന്ന വലിയ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. മനുഷ്യൻ പറന്നു പോകും. ഇങ്ങനെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ മനുഷ്യൻ കണ്ടുപിടിക്കുകയാണ്. മനുഷ്യനെ ഭൂമിക്ക് മുകളിൽ, ഈ ഭൂമിയുടെ ആകർഷണത്തിന് അപ്പുറം പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആകാശത്ത് പറന്നു കിടക്കണം. ഭൂമിക്ക് മുകളിൽ ചെന്ന് അനന്ത വികായസിൽ വെറുതെ ഇറങ്ങി നിന്നാൽ മതി. താഴോട്ടും വീഴത്തില്ല, മേലോട്ടും പോകത്തില്ല. മനുഷ്യനെ പിടിച്ച് താഴോട്ടാക്കാനുള്ള ഭൂമിയുടെ ശേഷിക്ക് അപ്പുറം മനുഷ്യൻ നിന്ന് പറന്നു നടക്കുകയാണ്. സുനിത വില്യംസ് ഒക്കെ മാസങ്ങളായിട്ട് അവിടെ നിൽക്കുകയാണ്. അവർ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സ്പേസിൽ അതിന്റെ പുറത്ത് പിടിച്ചു നിൽക്കി ഇങ്ങനെ അത് റിപ്പയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് റിപ്പയർ ചെയ്യുന്നു. അവർ താഴോട്ടും വീഴുന്നില്ല, മേലോട്ടും വീഴുന്നില്ല. അവരിങ്ങനെ അന്തരീക്ഷത്തിൽ പഞ്ഞി പോലെ നിൽക്കുകയാണ്. അവർക്ക് തിരിച്ച് ഭൂമിയിലോട്ട് വരുമ്പോഴാണ് ഇത്രയും നാൾ ഇങ്ങനെ നിന്നതുകൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് വന്നാൽ ഒരു പെൻസിൽ എടുത്താൽ പോലും ഒരു മല എടുക്കുന്ന ഭാരമായിരിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് അനേക നാളുകൾ എടുക്കും തിരിച്ച് ഭൂമിയിലെ ഒരു മനുഷ്യനായി തീരും. അവര് വന്നിറങ്ങിയ ഉടനെ അവരെ ആ മോഡ്യൂളിൽ തന്നെ ചുമന്നുകൊണ്ട് ഗ്രാവിറ്റി ഇല്ലാത്ത ഒരു പ്രത്യേകതരം പറന്നു നടക്കാവുന്ന മുറിയിലോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് അവരെ തുറന്നു വിടും. അങ്ങനെ മാസങ്ങളെടുത്ത് അവരെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് പഠിപ്പിച്ച് അവരുടെ രക്ത ഓട്ടവും ഒക്കെ അതിനോടനുബന്ധിച്ചാക്കി തീർത്തു. അവർക്ക് ഭൂമിയിൽ കാലുകുത്തി നടക്കാവുന്ന ഒരവസ്ഥയിൽ കൊണ്ടുവന്ന് അവരുടെ കാലുകളൊക്കെ കുഞ്ഞുങ്ങളുടെ കാല് പോലെ ആയി കാണുമെന്നാണ് പറഞ്ഞത്. ഇത്രയും നാൾ നടക്കാത്തത് കൊണ്ടും ഈ ഭൂഗുരുത്വത്തിന് പുറത്ത് ജീവിച്ചത് കൊണ്ടും അവർക്ക് തിരിച്ച് ഭൂമിയിൽ കാലുകുത്തി നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ശീലിപ്പിച്ചതിന് ശേഷമേ അവരെ ഇനി ഭൂമിയിലേക്ക് തുറന്നു വരും. ഭൂമിയിൽ തന്നെ ആണെങ്കിൽ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ജീവിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ തിരിച്ച് ഭൂമിയിലേക്ക് അവരെ തുറന്നു വിടുന്നതിന് മുമ്പ് അവരെ ഭൂമിയിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്ന കൃത്രിമ ആവാസ വ്യവസ്ഥയിൽ ജീവിപ്പിച്ച് അവർക്ക് മനുഷ്യനായി ഭൂമിയിലെ ഭക്ഷണം കഴിച്ച് ഭൂമിയിൽ കൂടെ നടന്ന് ഭാരമുള്ളതൊക്കെ തൊട്ട് എടുക്കാവുന്ന രീതിയിലൊക്കെ ആക്കിയതിനു ശേഷമേ ഇനി അവരെ പുറത്തു വിടും. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കുള്ളതെല്ലാം മനുഷ്യൻ സാധിച്ചു കഴിഞ്ഞു. എന്നാൽ മനുഷ്യനിൽ ഒരാഗ്രഹമുണ്ട്, അവൻ അനശ്വരനായി തീരണം, മരണത്തിന് അതീതനായി തീരണം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അതും സാധിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ മനുഷ്യന്റെ മുമ്പിലുള്ളൂ. അത് ലഭ്യമാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ആഴമായ കാഴ്ചപ്പാടാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. അത് ഒരു വിത്തിന്റെ രൂപത്തിലാണ് നമുക്ക് നൽകുന്നത്. വിതച്ചതിന് ശേഷം ആ വിത്ത് ദ്രവിച്ച് ഇല്ലാതെയായി തീരും. നമ്മളെല്ലാം നെല്ല് വിതയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പഴയ ആൾക്കാരൊക്കെ കണ്ടു കാണും. ഇല്ലെങ്കിൽ വീട്ടിന്റെ പുറത്തൊക്കെ ഒരു മാങ്ങയോ കശുവണ്ടിയോ ഒക്കെ കിളിച്ചു വരുന്നതൊക്കെ കണ്ടു കാണുമല്ലോ. കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ന്യൂ ജനറേഷൻ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ കണ്ടു കാണത്തില്ല. അങ്ങനെ ആരും ഇതിനകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കും. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഗൾഫിൽ ജനിച്ചു വളർന്നവരും കാണത്തില്ലായിരിക്കും. എല്ലാവരും കണ്ടവരായിരിക്കും. CP ജോൺസൺ ബ്രദർ കണ്ടിട്ടില്ലയോ? കൈ നോക്കുന്നു. കണ്ടിട്ടുണ്ട് സാറേ, കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും പ്രായമൊക്കെ ഉള്ളവർ തന്നെയാണല്ലോ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒരു വിത്ത് പാഴ്സൽ ചെയ്ത് തരാം. മണ്ണിൽ ഇടണമെന്നില്ല, കുറച്ച് വെള്ളം നനച്ചാലും അതൊക്കെ കുറച്ച് ഒരു 1-2 ദിവസമൊക്കെ കിളിച്ച് നിൽക്കും, ഒരാഴ്ചയൊക്കെ കിളിച്ച് നിൽക്കും. അപ്പൊ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പയർ വാങ്ങിക്കുമ്പോൾ കുറച്ച് മണ്ണെടുത്ത് സ്വല്പം മണ്ണിട്ടിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് പയറിട്ടിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ടിരുന്നാൽ മതി. ഇത് കിളിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണുക. അപ്പൊ ഈ സാമ്യമാണ് മരണത്തിൽ നിന്നും മഹത്വത്തിലേക്കുള്ള യാത്ര വെളിപ്പെടുത്തുവാൻ. 2 മിനിറ്റ് ബോഡി കൂടെ പരസ്യം. അപ്പോ
ഈ സാമ്യമാണ് മരണത്തിൽ നിന്നും മഹത്വത്തിലേക്കുള്ള നമ്മുടെ യാത്ര വെളിപ്പെടുത്തുവാനായിട്ട് വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ നിലവിലെ ശാരീരിക അവസ്ഥ അത് മഹത്തായ ശാശ്വതമായ അസ്തിത്വമായി രൂപാന്തരപ്പെടും. ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, കർത്താവ് വരുമ്പോൾ നാം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അവിടെയും ഫസ്റ്റ് ചാൻസ് ആർക്കാണെന്ന് അറിയാമോ? ജീവിച്ചിരിക്കുന്നവർക്കല്ല. കർത്താവ് തന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും. വിത്ത് സാദൃശ്യം മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും വിരോധാഭാസത്തെ ചിത്രീകരിക്കും. രണ്ട് എതിർ കാര്യങ്ങളാണ് ഈ കൂടെ നമ്മളെ ചിത്രീകരിക്കുന്നത്. ഒന്ന് മരിക്കുന്നു, വിത്ത് മണ്ണിലിട്ട് വിത്ത് അല്ലാതാവുകയാണ്. നിങ്ങളൊരു മാങ്ങാണ്ടിയോ കശുവണ്ടിയോ ഒക്കെ ഇടുമ്പോൾ അത് ദ്രവിച്ച് അതിന്റെ ഉള്ളന്തോട് പൊട്ടുകയാണ്. ഒരു വിത്ത് നിലത്ത് വീഴുകയും അത് മരിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങളൊരു ഗോതമ്പിട്ടാൽ അതിൽ നിന്നും പുതിയൊരു ജീവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. പുതിയ ജീവിതം പുതിയ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ നിലവിലെ ശാരീരിക അവസ്ഥ കീഴടങ്ങും എന്നുള്ള അതൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതൽ ആണ് ഈ വൈരുദ്ധ്യം. അവിടെ മരണവും പുനരുത്ഥാനവും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. മരണവും പുനരുത്ഥാനവും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. യേശു പഠിപ്പിച്ചതുപോലെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിലെ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അത് നിത്യ ജീവനായി സൂക്ഷിക്കും. ഈ മമ്മി നിങ്ങൾ ഈ പിരമിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടോ? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പിരമിഡ് പോലുള്ള സാധനങ്ങൾ ലോകത്ത് പലയിടത്തും ഉണ്ട്. മെക്സിക്കോയിലും സുഡാനിലും. ഈജിപ്തിനേക്കാൾ വലിയ പിരമിഡുകൾ സുഡാനിലുണ്ട്, സുഡാനിലും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ചിലയിടത്തു നിന്നൊക്കെ വിത്ത് കിട്ടിയിട്ടുണ്ട്. ഗോതമ്പിന്റെ ഒക്കെ വിത്ത് അതങ്ങനെ ഇരുന്നു. ഈ 10,000 കൊല്ലത്തിന് ശേഷം അത് വളരെ കെയർഫുള്ളായിട്ട് വിളയാൻ വേണ്ടി തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി ശാസ്ത്രജ്ഞന്മാർ. അത് വിളയിക്കാൻ ശ്രമിച്ചപ്പോൾ പയറും ഗോതമ്പും ഒക്കെ അതിൽ നിന്ന് എന്തു വന്നു? ജീവൻ കടന്നു വരുവാനിടയായി. ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൽ ഇല്ലാതെയായി തീർന്ന ഏതോ ചെടിവർഗത്തിന്റെ വിത്ത് ഇസ്രായേലിലെ ഏതോ ടോമ്പിൽ നിന്നാണോ എവിടെ നിന്നോ ലഭിക്കുവാനിടയായിരുന്നു. അവർ അത് കൃഷി ചെയ്തപ്പോൾ അത് പൊട്ടിക്കിളി ഇല്ലാതെ ആയിപ്പോയ ഒരു ജീവിവർഗമല്ല, ഒരു പ്ലാന്റ്, അത് തിരിച്ചു വരുവാനിടയായിട്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവന് അതിനെ നിത്യ ജീവനായി സൂക്ഷിക്കും. മരണത്തിൽ നിന്നും മഹത്വത്തിലേക്കുള്ള യാത്രയാണ് തിരുവെഴുത്തുകളുടെ കേന്ദ്ര വിഷയം. നമ്മുടെ നിലവിലുള്ള ശരീരങ്ങൾ അത് വിത്തുകൾ പോലെയാണ്. ആരെങ്കിലും സംശയമല്ലോ ചോദിച്ചിരുന്നു? നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. സംശയം അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക. സംശയം വല്ലതും ആണെങ്കിൽ ചോദിക്കുക. അപ്പോൾ വിത്തുകൾ പോലെ ജീർണതയ്ക്കും മരണത്തിനും വിധേയമാണ് നമ്മുടെ മനുഷ്യ ശരീരം. എന്നാൽ
യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഈ ലോകത്തിന്റെ ജീർണതയിൽ നിന്നും നമുക്ക് മുക്തമായി തീരുവാനുള്ള സാവകാശം ദൈവം നൽകിയിരിക്കുകയാണ്. ഒരു പുതിയ ശരീരം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ നിലവിലെ ശരീരങ്ങളുടെ നാശമല്ല, മറിച്ച് അവയുടെ വീണ്ടെടുപ്പും മഹത്വവൽക്കരണവും. നിങ്ങൾ ഒരു കശുവണ്ടി കുഴിച്ചിട്ടാൽ അത് കിളിച്ചു വരുമ്പോൾ അതിന്റെ തോടൊക്കെ പൊട്ടി അങ്ങ് പോകും. അത് കിളിച്ചു വരുമ്പോൾ അതിന്റെ രണ്ട് സൈഡിലും ആ സീഡ് നിൽക്കുന്ന കാണാം. എന്നാൽ അതിനകത്ത് ഒരു ജീവനും കൂടെ ഉണ്ടായിരുന്നു. ആ ജീവൻ പുതുനാമ്പായി കിളിച്ചു വരുന്നത് കാണാം. സീഡ് രണ്ട് സൈഡിൽ നിൽക്കുന്ന കാണാം. അതിൽ നിന്നും സാംശീകരിച്ച് അതിൽ നിന്നും ഉൾക്കൊണ്ട് ഈ പുതിയ തൈ വളർന്നു വരുന്നത് കാണാം. അതുകൊണ്ട് അവയുടെ നാശമല്ല, അവയിൽ നിന്നും സാംശീകരിച്ച് ഒരു പുതുജീവൻ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. തന്റെ കഷ്ടപ്പാടുകളുടെ ആഴങ്ങളിൽ ഇയ്യോബ് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ക്ഷണീകമായ സ്വഭാവത്തിന്റെ പരിമിതികൾ ഉൾക്കൊള്ളുന്നു. തന്റെ നിരാശയ്ക്കിടയിലും വിശ്വാസത്തിന്റെ ഒരു മിന്നൽ ഉയർന്നു വരുന്നത് കാണുവാൻ കഴിയും. അന്ത്യനാളുകളിൽ ഒരുവൻ വന്ന് ഭൂമിയിൽ നിൽക്കുമെന്നും അത് തന്റെ വീണ്ടെടുപ്പുകാരനാണെന്നും ഉള്ള ആശ്രയം ഇയ്യോബ് പ്രഖ്യാപിക്കുകയാണ്. അന്ന് തന്റെ ശരീരം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ദൈവത്തെ കാണുമെന്നും ഇയ്യോബ് വിത്ത് മൈ ഓൺ ഐസ് എന്നാണ് ഇയ്യോബ് പറയുന്നത്. മലയാളത്തിൽ സ്വന്തം കണ്ണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇയ്യോബ് 19:25 മുതൽ 29 വരെ ഒന്ന് വായിക്കാമോ? അതിനകത്ത് എന്റെ സ്വന്തം ദേഹം എന്നങ്ങാണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലേ ഉള്ളൂ വിത്ത് മൈ ഓൺ ഐസ് എന്നുള്ളത്. ഒന്ന് വായിക്കാമോ? ഇയ്യോബ് 19:25 മുതൽ 29. മുതലില്ലേ സാറേ? അതെ അതെ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിലനിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണവനെ കാണും. എന്റെ അന്തരം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. നാം എങ്ങനെ അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ എന്റെ ദേഹത്തിൽ എന്റെ കണ്ണിൽ ഞാൻ എന്റെ വീണ്ടെടുപ്പുകാരനെ കാണുമെന്നാണ്. അപ്പൊ തന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്നും തന്റെ ത്വക്ക്, തൊലി, ചർമ്മം അത് ദ്രവത്വത്തിന് വിധേയമാവും. അതിനുശേഷവും താൻ ദൈവത്തെ കാണുമെന്നും അവന് ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ നിഗൂഢതയെ പൊതിഞ്ഞെങ്കിലും ഇയ്യോബിന്റെ വാക്കുകൾ ശാരീരിക മരണം ഒരു അവസാന അധ്യായം അല്ലാത്ത ഒരു ഭാവിയെ മുൻനിഴലാക്കി. ശാരീരിക മരണം ഒരു അവസാനമല്ല എന്ന് ഇയ്യോബിന് അറിയാമായിരുന്നു. അവൻ ഒരു പരിവർത്തനം, ഒരു പുനരുത്ഥാനം, പൊടിയിൽ ശരീരം വിതച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിളവെടുപ്പ് പ്രതീക്ഷിക്കും. അവന്റെ കഷ്ടപ്പാടുകൾ ഭൂമിയിൽ പാകിയ ഒരു വിത്ത് പോലെ മഹത്തായ അദൃശ്യമായ ഭാവിയുടെ സാധ്യതകൾ ഉൾക്കൊള്ളുന്നു. ശവക്കുഴിക്ക് അപ്പുറത്തുള്ള ഒരു കാഴ്ചയ്ക്കായിട്ടാണ് അവൻ കൊതിക്കുന്നത്. അത് ഭൗതിക ശരീരത്തിന്റെ ജീർണതയെ മറികടക്കുന്ന ഒരു പ്രതീക്ഷയാണ്. ഇത് ഒരുപാട് സാഹിത്യമോ മനസ്സിലാക്കാത്ത ഭാഷയോ വല്ലതായോ എന്റെ അങ്കിള് ഇത് കണ്ടിട്ട് പറഞ്ഞ് വേറെ എഴുതി കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും പ്രായോഗികമായി ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ല സാറേ, കുഴപ്പമില്ല, നല്ലത് തന്നെ. ജോസഫ് ചാക്കോ പാസ്റ്ററിന് കുഴപ്പമില്ല. വാട്ട് അബൌട്ട് അതേഴ്സ്? സാർ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഗീത സിസ്റ്ററെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. എന്റെ സജു ബ്രദറിന്റെ ഫേസ്ബുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, പരസ്യ യോഗങ്ങളൊക്കെ. സുഖമായിരിക്കുന്നു? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. അപ്പൊ ഇയ്യോബിന്റെ വാക്കുകൾ ശാരീരിക മരണം അവസാനം അധ്യായം അല്ലാത്ത ഒരു ഭാവിയെ മുൻനിഴലാക്കും.
ഒടിയിൽ ശരീരം വിതച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിളവെടുപ്പ് പ്രതീക്ഷിക്കും. അതെല്ലാം നമ്മൾ കഴിയാണ്. ഭൗതിക ശവക്കുഴിക്ക് അപ്പുറത്തുള്ള ഒരു കാഴ്ചയ്ക്കായിട്ടാണ് ഇയ്യോബ് കൊതിക്കുന്നത്. ഭൗതിക ശരീരത്തിന്റെ ജീർണതകളെ മറികടക്കുന്ന ഒരു പ്രതീക്ഷ. ഇവിടെ തന്റെ വീണ്ടെടുപ്പുകാരനിലും പുനരുത്ഥാനത്തിലും ഉള്ള തന്റെ വിശ്വാസം ഇയ്യോബ് പ്രകടിപ്പിക്കുകയാണ്. തന്റെ ശരീരം നശിച്ചു പോയെങ്കിലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഇത് നമുക്കൊരു വിത്തിനോട് വേണമെങ്കിൽ ഉപമിക്കാം. അത് പുതിയ ജീവൻ പുറപ്പെടുവിക്കേണ്ടതിന് ആദ്യം ഈ വിത്ത് നശിക്കേണ്ടിയിരിക്കും. അപ്പൊ ഈ ധാരണയാണ് ശരീരത്തിന്റെ ആത്യന്തിക വീണ്ടെടുപ്പിലും പരിവർത്തനത്തിലുമുള്ള പ്രത്യാശ നമുക്ക് പകർന്നു തരുന്നത്. അടുത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വന്തം വാക്കുകളാണ്. സ്വന്തം മരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകളാണ്. അത് യോഹന്നാൻ 12:20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾക്ക് വായിക്കാം. വായിച്ചതിന് ശേഷം പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയാസിനോട് പറഞ്ഞു. അന്ത്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനിൽ പായിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ യോഹന്നാൻ 12:20 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഇത് കാണുവാൻ കഴിയുന്നത്. സ്വന്തം മരണത്തിന്റെ ആവശ്യകതയും ഫലപ്രാപ്തിയും ചിത്രീകരിക്കാനാണ് യേശു ഗോതമ്പ് മണിയുടെ ഒരു ചിത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ഗോതമ്പ് മണി ഭൂമിയിൽ വീണ് മരിക്കുന്നില്ല എങ്കിൽ അത് തനിച്ചായിരിക്കും. ചത്താൽ വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ സാമ്യം യേശുവിന്റെ ജീവത്യാഗം മാത്രമല്ല, അവന്റെ അനുയായികളുടെ ജീവിതത്തിനും ബാധകമാണ്. ഫലം കായ്ക്കാൻ, ജീവിതത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ ഒരാൾ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായിരിക്കും. മരണത്തിന്റെയും വിരോധാഭാസമെന്ന് നമുക്ക് തോന്നാവുന്ന പുനരുത്ഥാനത്തിന്റെയും പ്രക്രിയയ്ക്ക് കീഴടങ്ങും. അപ്പൊ നമ്മൾ നിത്യജീവൻ അവകാശമാകണമെങ്കിൽ നമ്മൾ മരണത്തിന് വിധേയമാണ്. നമ്മൾ ഇല്ലാതെയായി തീരും. ഗോതമ്പിന്റെ ധാന്യം അതിനെ കുഴിച്ചിടുമ്പോൾ നശിക്കുന്നതായി തോന്നുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? കുഴിച്ചിടുമ്പോൾ അത് സമൃദ്ധമായ ജീവന്റെ സാധ്യതകൾ തുറക്കുകയാണ്. അതുപോലെ വിശ്വാസികൾ അവരുടെ മരണത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിലൂടെ, അതായത് ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിലൂടെ, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ പരിവർത്തന ശക്തിയിൽ പങ്കുചേരും. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ പരിവർത്തന ശക്തി നാം ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതുപോലെ നാം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഈ മരണത്തിൽ നാം കീഴടങ്ങിയാൽ അത് വിത്തിന്റെ വിതയ്ക്കലാണ്. നമ്മെ തന്നെ ഇല്ലാതെയാക്കിയാൽ അത് വിത്തിന്റെ വിതയ്ക്കലാണ്. നിത്യജീവന്റെ വിളവെടുപ്പിലേക്ക് നയിക്കുന്ന ആത്മാ നിക്ഷേപമാണ്. ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്ന വിശാലമായ ബൈബിൾ വിഷയവുമായി ഈ പഠിപ്പിക്കൽ പ്രതിതൻ, അതായത് നമ്മെ തന്നെ ഇല്ലാതെയാക്കി
ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ള വിശാലമായ വേദപുസ്തക വിഷയവുമായിട്ടാണ് ഈ പഠിപ്പിക്കൽ പ്രതിധ്വനിക്കുന്നത്. ഒരു വിത്ത് വിതയ്ക്കുന്ന പ്രവൃത്തി, അതിൽ അന്തർലീനമായിരിക്കുന്ന അപകട സാധ്യത, ദുർബലത, ദൈവഹിതത്തിന് ഒരാളുടെ ജീവിതം സമർപ്പിക്കാനുള്ള ആഹ്വാനത്തെ പ്രതിഫലിക്കുന്നു. സ്ക്രോൾ ഡൗൺ ചെയ്തത്. അത്തരം കീഴടങ്ങൽ ഫലപ്രാപ്തിയിലേക്കും ഗുണത്തിലേക്കും നയിക്കുന്നു എന്നാണ് വാഗ്ദാനം. വിത്ത് സമൃദ്ധമായ വിളവെടുപ്പായി മാറുകയാണ്. അതുപോലെ ആത്മീയ പക്വതയിലേക്കുള്ള വിശ്വാസിയുടെ യാത്രയിൽ ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങിയ ജീവിതത്തിന്റെ സ്വാധീനത്തിന്റെയും ശക്തമായ പ്രതീകമായി മാറും. നമ്മുടെ ജീവിതം സമൃദ്ധമായി വിളവെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറണമെങ്കിൽ നാം ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങും. വിത്തില്ലാതെയായി തീരുന്നത് പോലെ നമ്മെ തന്നെ ഇല്ലാതെയായി ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങി ദൈവത്തിന്റെ മുന്നിൽ നിന്നാൽ നാം നല്ല വിളവെടുപ്പിന് യോഗ്യരായി തീരും. 1 കൊരിന്ത്യർ 15:34 മുതൽ 39 വരെ വായിക്കാം. അപ്പൊ നമ്മൾ ഇയ്യോബിനെ കണ്ടു, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ. അടുത്തതാണ് 1 കൊരിന്ത്യർ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറായി കാണുമല്ലോ ഏകദേശം വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ആരും പോകരുത്. എല്ലാവരും 5 മിനിറ്റിന് ശേഷം വീണ്ടും വരണം. താങ്ക് യു. യു ക്യാൻ ഹാവ് 5 minutes ബ്രേക്ക്. Sorry. Share screen. അടുത്തത് നാം പഠിക്കാനുള്ളത് പൗലോസിന്റെ വീക്ഷണമാണ്. പൗലോസ് എന്താണ് പഠിച്ചതെന്നുള്ളത് 1 കൊരിന്ത്യർ 15:34 മുതൽ 49 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. കൊരിന്ത്യർക്കുള്ള പൗലോസിന്റെ ആദ്യത്തെ ലേഖനത്തിൽ ശരീരം വിത്താണ് എന്ന വിഷയത്തിന്റെ കൂടുതൽ വിശദമായ വിശദീകരണം നമുക്ക് അവിടെ നൽകുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സ്വാഭാവിക ശരീരത്തെ വിതച്ച് ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു വിത്തിനോട് ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടുന്നത് ഒരു വിത്തിനോടാണ് അദ്ദേഹം താരതമ്യം ചെയ്തത്. പൗലോസ് എഴുതുന്നത് നാം വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ല സീഡ്സിന്റെയോ. വെറും മണി എത്ര വിതയ്ക്കുന്നത്? നിങ്ങളൊരു പുളിങ്കുരു വിതയ്ക്കുമ്പോൾ അതിൽ നിന്നും ഒരു വലിയ പുളി നിങ്ങളൊന്ന് ഊഹിച്ചുള്ളൂ, അല്ലെ ഒരു മാങ്ങ, ഒരു വലിയ മാവ്, അല്ലെ ഒരു ചക്കക്കുരു ഇടുമ്പോൾ ചക്കക്കുരു എത്രയുണ്ട്? എന്നാൽ അതിനുള്ളിൽ ഒരു പ്ലാവ് ഒളിഞ്ഞിരിപ്പുണ്ട്. നാം വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്രയാണ് വിതയ്ക്കുന്നത്. ഇത് ശക്തമായ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ഭൗതിക ശരീരത്തിന്റെ ക്ഷണിക സ്വഭാവത്തെയും പുനരുദ്ധാനത്തിലുള്ള അതിന്റെ മഹത്വത്തെയും പരിവർത്തനത്തെയും അടിവരയിട്ട് കാണിക്കുന്ന ഒന്നാണ് ഈ ശരീരം വിത്തിനോട് ഉപമിക്കുക എന്നുള്ളത്. നശ്വരവും ദുർബലവുമായ പ്രാകൃത ശരീരം അത് അനശ്വരമായി തീരുന്നു. നശ്വരമായത് അനശ്വരമായി തീരുന്നു. അത് മഹത്വമുള്ളതായി ശക്തിയുള്ളതായി ഉയർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു വിത്ത് ഒരു പുതിയ ചെടിയായി രൂപാന്തരപ്പെടുന്ന പ്രക്രിയയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഇത് നിത്യ ജീവനെ സൂചിപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ ചില സവിശേഷതകളാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. അത് അനശ്വരമായതാണ്. തെറ്റിപ്പോയതാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അത് അനശ്വരമായതാണ്. പുതിയ ശരീരം ജീർണതയ്ക്ക് വിധേയമാകാത്തതാണ്. വാർദ്ധക്യത്തിനും രോഗത്തിനും മരണത്തിനും വിധേയമാണ് മർത്യ ശരീരം. നമ്മളായിരിക്കുന്ന ശരീരം അത് വാർദ്ധക്യ വയസ്സ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര ക്രീം തേച്ചെന്ന് ശ്രമിച്ചാലും, എത്ര എണ്ണ തേച്ചാലും, എത്ര മരുന്ന് കഴിച്ചാലും മനുഷ്യൻ വയസ്സായിക്കൊണ്ടേയിരിക്കും. അത് വാർദ്ധക്യത്തിന് വിധേയം, അത് രോഗത്തിന് വിധേയം. ഏതെങ്കിലും രോഗം എന്തെങ്കിലും വന്ന് പിടിക്കും. നമ്മൾ മരിക്കാതെ ഇരിക്കത്തില്ല. ഏതെങ്കിലും രോഗം എന്തെങ്കിലും വന്ന് പിടിച്ച് മനുഷ്യൻ മരിക്കും. രോഗം ഏതെങ്കിലും ഒരു രോഗത്താൽ മനുഷ്യന് കീഴ്പ്പെട്ട് ലോകത്തിലെ എല്ലാ പ്രമുഖ ഡോക്ടർമാരും കൂടെ ഒരുമിച്ച് നിന്നാലും ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ മരിക്കത്തക്കതായി അവനെ ബാധിച്ചിരിക്കുന്ന രോഗത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ എത്ര കോടി ചെലവാക്കിയാൽ
അവനെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ മനുഷ്യൻ മരണത്തിന് വിധേയപ്പെടുകയാണ്. മർത്യ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായി ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ വ്യത്യാസങ്ങളാണ്. അത് ഒരിക്കലും നശിക്കാത്ത ശരീരം, അത് ശാശ്വതമാണ്. അത് 1 കൊരിന്ത്യർ 15:42 നമുക്ക് കാണാൻ കഴിയും. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ ദ്രവത്വത്തിലേക്ക് വിതയ്ക്കപ്പെടുന്നു, ആ ദ്രവത്വത്തിലേക്ക് ഉയർത്തും. അപ്പൊ മരിച്ചവർ അനശ്വരരായി ഉയർത്തുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. നമുക്ക് നമ്മുടെ നിത്യ ശരീരം അത് ദ്രവിക്കാത്ത ഒരു ശരീരം. അടുത്തത് രണ്ടാമത്തേത്, അത് മഹത്വമുള്ള ശരീരം, അത് ഗ്ലോറിഫൈഡ് ബോഡിയാണ്, അത് തേജസ്കരിക്കപ്പെട്ട ബോഡിയാണ്. ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ ശോഭയുള്ളതും മഹത്വമുള്ളതുമായി വിവരിക്കുന്നു. അത് ദൈവത്തിന്റെ മഹത്വത്തെ പ്രതിഫലിക്കും. ദൈവിക മഹത്വത്തിന്റെ ഭാഗമാകുവാൻ, അതിൽ പങ്കുകാരാകുവാൻ, അതിന്റെ കൂട്ടവകാശിയാകുവാൻ നമുക്ക് അവസരം ലഭിക്കുകയാണ്. ഭൗമിക ശരീരത്തിന്റെ അപൂർണതകളിൽ നിന്നും പരിമിതികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശരീരം മുക്തമാണ്. 1 കൊരിന്ത്യർ 15:43 പൗലോസ് എഴുതുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു എന്നത്. ഒന്നാം മഹത്വം, 1 അനശ്വരമാണ്, 2 മഹത്വമുള്ളതാണ്, 3 ശക്തമായ ശരീരമാണ്. അനശ്വരവും ശക്തവും കഴിഞ്ഞു, മഹത്വവും കഴിഞ്ഞു. അടുത്തത് ശക്തമായ ശരീരമാണ്. പുതിയ ശരീരത്തിന് മർത്യ ശരീരത്തിന്റെ അപ്പുറത്തെ ശക്തിയുണ്ട്, ചൈതന്യമുണ്ട്. അത് നാം ഇന്നായിരിക്കുന്ന ഈ ഭൗതിക ശരീരത്തിന്റെ ബലഹീനതകൾക്ക് വിധേയമല്ല. അത് ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പൊ മർത്യ ശരീരത്തിനപ്പുറം ശക്തിയും ചൈതന്യവും. 4 ആത്മീയം. പുനരുദ്ധാനം പ്രാപിച്ച ശരീരം ഒരു ആത്മീയ ശരീരമാണ്. അതായത് അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിത്യജീവന് അനുയോജ്യമാണ്. നാം ആയിരിക്കുന്ന ഈ ശരീരവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ പുനരുദ്ധാനം പ്രാപിച്ച ശരീരം ഒരു ആത്മീയ ശരീരം, അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യജീവന് അനുയോജ്യമാണ്. ഇത് അഭൗതികമാണെന്ന് അർത്ഥമാക്കുന്നില്ല, മറിച്ച് അത് തികഞ്ഞതും ആത്മീയവുമായ ഒരു ശരീരമാണ്. പൗലോസ് വിശദീകരിക്കുന്ന പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ, നാം ഇന്നായിരിക്കുന്ന ശരീരമുണ്ടെങ്കിൽ നമുക്കൊരു ആത്മീക ശരീരവും. 5 അത് ക്രിസ്തുയേശുവിന്റെ ശരീരത്തോട് അനുരൂപമായി. വിശ്വാസികളുടെ ഉയർത്തെഴുന്നേറ്റ ശരീരം ക്രിസ്തുയേശുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം പോലെയായിരിക്കും. യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ഭൗതിക ലോകവുമായി ഇടപെടാൻ കഴിയുന്ന മഹത്വവൽക്കരിച്ച ഒരു ശരീരം. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിന് ഭൗതിക ലോകവുമായി ഇടപെടാൻ കഴിയുന്ന ഒരു ശരീരം ഉണ്ടായിരുന്നു. മഹത്വവൽക്കരിച്ച ഒരു ശരീരത്തിൽ അവൻ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിന് കല്ലറ ഉരുട്ടിക്കളയേണ്ട ആവശ്യമൊന്നും, കല്ലറയുടെ കല്ല് ഉരുട്ടിക്കളയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കല്ലറയുടെ കല്ല് ഉരുട്ടിക്കളഞ്ഞ എന്തിനാണ്? യേശു ക്രിസ്തുവിന് എഴുന്നേറ്റ് വരാനാണ്. അങ്ങനെയാണോ പുനരുദ്ധാന ശരീരം? പുറത്തുള്ളവർക്ക് അകത്ത് എന്ന് കാണാൻ വേണ്ടി. പുറത്തുള്ളവരുടെ സിമ്പിളായിരുന്നു. നിങ്ങൾ എത്ര സീൽ ചെയ്ത് വെച്ചാൽ റോമൻ ഇമ്പീരിയൽ മുദ്രകളെ തകർക്കുവാൻ കഴിവുള്ള ഒരുവനാണ് ഇവനെന്ന് വിളിച്ചു പറയുന്ന ഒരു അത്ഭുതമായിരുന്നു ഈ കല്ലുരുട്ടികൾ. ഭൗതിക ലോകവുമായി ഇടപഴകാൻ കഴിയുന്ന സ്വീകരിച്ച ഒരു ശരീരത്തിൽ അവൻ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അത് പരിമിതപ്പെടുത്തിയിട്ടില്ല. ഫിലിപ്പിയർ 3:21 പ്രസ്താവിക്കുന്നു, അവന് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി. നമ്മയൊക്കെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരം. ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. എഴുതിയ ലേഖനം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്ക്, പിന്നീട് പൗലോസ് ശ്ലീഹായുടെ വാക്ക്.
ഇത് മൂന്നും അതിന്റെ സമയം സന്ദർഭം കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കും. യോബ് നമുക്കറിയാവുന്നത് പോലെ കാലങ്ങൾക്ക് മുമ്പ് എഴുതുന്നു. പിന്നീട് കർത്താവും അതിനുശേഷം പൗലോസ് എഴുതുന്നു. കർത്താവിന്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം പൗലോസ് എഴുതുന്നു. ഈ മൂന്നിലും ശരീരം ഒരു വിത്താണെന്നുള്ള കേന്ദ്ര വിഷയത്തിൽ നമുക്ക് ഒത്തുചേരുന്നതായി കാണാം. യോബിന്റെ വാഞ്ചയും പൗലോസിന്റെ വിശദീകരണവും യേശുവിന്റെ പഠിപ്പിക്കൽ ഒരേ സത്യത്തിലേക്ക് വരുന്നുണ്ട്. സൗണ്ട് കുറഞ്ഞ ആരോ ഓണാക്കിയിരിക്കുകയാണ്. ഞാനല്ലാതെ മറ്റുള്ളവർ അതങ്ങ് ഓഫാക്കിയാൽ എനിക്കും ഒരു എരപ്പ് കേൾക്കാൻ. ഇപ്പോൾ ആ ബസിംഗ് സൗണ്ട് നിന്നു എന്ന് തോന്നുന്നു. ക്ലിയർ ആണോ ഇപ്പോൾ? ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇപ്പൊ യോബിന്റെ വാഞ്ചയും പൗലോസിന്റെ വിശദീകരണം യേശുവിന്റെ പഠിപ്പിക്കലും ഒരേ സത്യത്തിലേക്കാണ് വിരലിച്ചുകൊണ്ടുവന്നത്. ശാരീരിക മരണം അവസാനമല്ല, മറിച്ച് അനിവാര്യമായ ഒരു പരിവർത്തനമാണ്. ഭൂമിയിൽ നട്ട ഒരു വിത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്കറിയാം. അതുപോലെ ശരീരവും പുനരുദ്ധരിക്കപ്പെടും, മർത്യതയിൽ നിന്നും അമർത്യതയിലേക്ക്. നിങ്ങള് പാട്ട് കേട്ടിട്ടുണ്ടോ? ഒരു ഭാരതീയ ഒരു പാട്ടുണ്ട്, മൃതവുമ അമൃതം ഗമയ. കേട്ടിട്ടുണ്ടോ? മൃത്യോമ അമൃതം ഗമയ. മൃത്യോമ അമൃതം ഗമയ. അപ്പൊ അത് തന്നെയാണ് ഇത്, മർത്യതയിൽ നിന്നും അമർത്യതയിലേക്ക്. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ജീവനിലേക്ക് കടക്കും. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. അതെ, അതിന് വേറെ വരികളുണ്ടായിരുന്നു. അസത്തോമ സത്യമയ, മൃതോമ അസത്തോമ സത്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. ഇതിന്റെ അർത്ഥം എന്താണ്? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ. അസത്തോമ സദ്ഗമയ, ഗമിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്തോ? മനസ്സിലാക്കുക. യാത്ര, ഗമനം ആഗമനം. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗമനം ആഗമനം. അങ്ങനെയാണ് നമ്മുടെ സമാഗമന കൂടാരത്തിന് ആ പേര് വന്നതിന്റെ അർത്ഥം. അങ്ങനെയാണ് ഈ വാക്കാണ്. എന്താണ് സമാഗമന കൂടാരത്തിന്റെ അർത്ഥം? ഒരുമിച്ച് കൂടുന്ന സ്ഥലം. സമമായിട്ട് ഒരുമിച്ച് സമമായിട്ട് ആഗമിക്കുന്ന സ്ഥലമാണ് സമാഗമന കൂടാരം. അതാണ് ടെന്റ് ഓഫ്, ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? തിരുനിവാസമാണ് ടബർനാക്കിൾ. രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ എന്റെ അർത്ഥം ടെന്റ് ഓഫ് മീറ്റിംഗ്. അവിടെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. സമ ആഗമന കൂടാരം. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. നമുക്ക് തിരിച്ച് ഇതിലോട്ട് വരാം. അപ്പൊ മൃതോമ അമൃതം ഗമയ, മരണത്തിൽ നിന്നും നിത്യ ജീവനിലേക്ക് അമർത്യതയിലേക്ക് നയിക്കുവാനുള്ള പ്രാർത്ഥനയാണ് അത്. അതിന്റെ ഉത്തരം ക്രിസ്തുവിലാണ് നമുക്ക് കാണുവാൻ കഴിയും. ഈ മൂന്ന് ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ മരണത്തിൽ നിന്നും ഉള്ള ഒരു ഉയർപ്പിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയും. ഉയർത്തെഴുന്നേറ്റ ശരീരം ക്രിസ്തു വിശ്വാസം അനുസരിച്ച് ഭൗമിക ശരീരവുമായി ഒരു ബന്ധം നിലനിർത്തും. ഭൗമിക ശരീരത്തിന്റെ അംശങ്ങളല്ല, നമ്മുടെ ശരീരമൊന്നും ഇങ്ങനെയല്ല. എന്നാൽ ഒരു വ്യക്തിത്വമുണ്ട്. നാം ആരാണെന്നുള്ളത് നിത്യതയിൽ എന്തറിയാം? തിരിച്ചറിയാം. നാം ഈ ശരീരത്തിലായിരുന്നത് നിത്യതയിലും റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ വ്യക്തിത്വം അത് നിത്യതയിൽ റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ ഐഡന്റിറ്റി, ഇത് നമുക്ക് നിത്യതയിലും ഓരോ വ്യക്തിയെയും കാണുവാൻ കഴിയും. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ശരീരം ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഒരു ബന്ധം ഭൗമിക ശരീരമായിട്ടുണ്ട്. അതായത് വ്യക്തിത്വത്തിന്റെ തുടർച്ച ഉറപ്പാക്കും. എന്നിരുന്നാലും അത് രൂപാന്തരപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യും. നിത്യ ജീവന് അനുയോജ്യമായ പുതിയതും ഉന്നതവുമായ ഗുണങ്ങളുണ്ടായി. ഈ പരിവർത്തനം ഭൗമികവും ഉയർത്തെഴുന്നേറ്റതുമായ ശരീരങ്ങൾ തമ്മിലുള്ള തുടർച്ചയും അഗാധവുമായ വ്യത്യാസത്തെ ഊന്നിപ്പറയുന്നു. രണ്ട് ശരീരങ്ങൾ, ഭൗമികം ഉയർത്തെഴുന്നേറ്റം, ഇത് തമ്മിലുള്ള തുടർച്ചയും അഗാധമായ വ്യത്യാസത്തെയും ഊന്നിപ്പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ശരീരത്തെ ഒരു വിത്ത് എന്ന സങ്കല്പം ശരീരത്തെ കേവലം ഒരു താൽക്കാലിക പാത്രം എന്ന നിലയിൽ മാത്രമല്ല, പുനരുദ്ധാനത്തിന്റെയും നിത്യജീവന്റെയും ദൈവിക വാഗ്ദാനത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് മരണം അവസാനമല്ല,
മറിച്ച് പുതിയതും മഹത്വപൂർണവുമായ ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. അത് അനിവാര്യമായ ഒരു ചുവടുവെപ്പാണ് ചിത്രീകരിക്കുന്നത്. പ്രത്യാശയുടെ ശക്തമായ ഒരു വിവരണമാണ് ശരീരം വിത്താണെന്നുള്ള ഉദാഹരണം. ആത്മത്യാഗത്തിന്റെയും ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ആത്മീയ വളർച്ചയുടെയും നവീകരണത്തിന്റെയും തുടർച്ചയായ പ്രക്രിയയെക്കുറിച്ചും ഈ ഉദാഹരണം സംസാരിക്കുന്നു. കൂടാതെ അത് ദൈവരാജ്യത്തിന്റെ വിശാലവും പരിവർത്തനവുമായ സ്വഭാവത്തെ അടിവരയിടും. അത് ചെറുതായി തുടങ്ങുന്നു, എന്നാൽ ലോകത്തെ വലയം ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. സമ്പന്നവും ഉണർത്തുന്നതുമായ ഈ രൂപകത്തിലൂടെ, ഈ അലിഗറിയിലൂടെ പരിവർത്തനത്തിന്റെ രഹസ്യവും നിത്യജീവന്റെ വാഗ്ദാനവും സ്വീകരിക്കാൻ ബൈബിൾ നമ്മെ ക്ഷണിക്കുന്നു. ഭൗമികമായ മരണത്തിനപ്പുറമുള്ള അസ്തിത്വത്തിന്റെ തുടർച്ചയും ദൈവിക വാഗ്ദാനത്തിന്റെ ആത്യന്തിക നിവൃത്തിയും വിശ്വാസികൾക്ക് ഈ ഉദാഹരണം ഉറപ്പു നൽകുന്നു. യോബ്, കൊരിന്ത്യർ, യോഹന്നാന്റെ സുവിശേഷം എന്നിവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ദൈവശാസ്ത്രമായ ഈ ഉൾക്കാഴ്ചകൾ ക്രിസ്തീയ പ്രത്യാശയുടെയും പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്തിന്റെയും മൂലക്കല്ലുകളായി തുടരുന്നു. ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും മിക്കവരും പാസ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് മരണവീടുകളിലൊക്കെ പ്രസംഗിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും എടുത്ത് ഡെവലപ്പ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും നിങ്ങൾ അപ്രകാരം പ്രസംഗിക്കുന്നവരുമായിരിക്കും അല്ലെ VP ജോൺ പാസ്റ്റർ? ഇതൊക്കെ നിങ്ങൾ ഒരുപാട് തവണ പ്രസംഗിച്ചവരായിരിക്കും അല്ലെ? അൺമ്യൂട്ട് ചെയ്ത് പറയാനാ VP ജോൺ പാസ്റ്റർ. അതെ പ്രസംഗിച്ചവരാ, ഒരുപാട് തവണ പ്രസംഗിച്ചവരാ. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്ലോറിഫിക്കേഷനെ കുറിച്ചും കൂടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എടുത്തതിന് ശേഷം ഗ്ലോറിഫിക്കേഷൻ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിക്കാം. അപ്പോൾ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ പോലെയും ജസ്റ്റിഫിക്കേഷൻ പോലെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ അവസാനത്തെ ഘട്ടമാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ വിശ്വാസികൾ പൂർണ്ണമായും രൂപാന്തരപ്പെടുകയാണ്, ക്രിസ്താനുരൂപരായി തീരുകയാണ്. അവിടെ ക്രിസ്ത്യാനികൾ, ക്രിസ്തു വിശ്വാസികൾ ദ്രവിക്കാത്ത, ദ്രവത്വത്തിന് അവകാശമില്ലാത്ത, അനശ്വരമായ ദൈവ മഹത്വമുള്ള ശരീരം നമുക്ക് ലഭിക്കുകയാണ്. അവിടെ നിത്യസന്തോഷത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി, ദൈവത്തിന്റെ നിത്യ മഹത്വത്തിന്റെ ഭാഗമായി തീരുവാനുള്ള അവകാശം നമുക്ക് ലഭിക്കുകയാണ്. അതിന്റെ ബൈബിൾ റെഫറൻസുകൾ റോമർ 8:18 മുതൽ 30 വരെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതിക്കോളൂ. ഇനി റോമർ 8:18 മുതൽ 30 വരെ വായിക്കണ്ട. 1 കൊരിന്ത്യർ 15:35 മുതൽ 54 വരെ, 1 കൊരിന്ത്യർ 15:35 മുതൽ 54 വരെ, 2 കൊരിന്ത്യർ 3:18, 2 കൊരിന്ത്യർ സ്പീഡ് കുറച്ചറിയാമോ? ഓക്കെ. Romans chapter 8 verse 18 to 30. 1 കൊരിന്ത്യർ 15 റോമർ 8:18 മുതൽ 30 വരെ, 1 കൊരിന്ത്യർ chapter 15 verse 35 to 44, 15-ാം അധ്യായം 35 മുതൽ 54 വരെ. അടുത്തത് 2 കൊരിന്ത്യർ 3:18, 2 Corinthians chapter 3 verse 18. അടുത്തത് ഫിലിപ്പീൻസ് chapter 3 verse 20 to 21. Philippians chapter 3 verse 20 to 21. Romans chapter 8 verse 18 to 30. 1 Corinthians chapter 15 verse 35 to 54. 2 Corinthians chapter 3 verse 18. Philippians chapter 3 verse 20 to 21. And the last one, 5th one, 1 John 1 യോഹന്നാൻ 3:2. 1 യോഹന്നാൻ 3:2. ഇപ്പോൾ നമുക്ക് ഒരു പുതിയ ശരീരം ലഭിക്കുകയാണ്. ഒരു പുനരുദ്ധാന ശരീരം നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കുകയാണ്. അത് പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, മരണത്തിനുമൊക്കെ അതീതമായ ഒരു ശരീരം നമുക്ക് ലഭിക്കുകയാണ്. അത് ക്രിസ്താനുരൂപരാക്കി നമ്മെ തീർക്കുകയാണ്. അവിടെ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീരുവാൻ, മഹത്വത്തിൽ അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീരുവാൻ നമുക്ക് ഇടവരുന്നു. അങ്ങനെ ദൈവത്തിന്റെ നിത്യ തേജസ്സിന്റെ ഭാഗമാകുകയും തീരുവാൻ, അവന്റെ സാന്നിധ്യത്തിലായിരിക്കുവാൻ,
അനശ്വരമായ ശരീരത്തോടു കൂടി, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമുക്ക് ഇടയായി തീരുന്നു. ആ നിത്യ സന്തോഷങ്ങളിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നു. നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അവിടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്. അവിടെ നമ്മുടെ നിത്യജീവൻ തുടങ്ങുന്നത് ഈ തേജസ്കരണം മുതലാണ് നമ്മുടെ നിത്യജീവൻ തുടങ്ങുന്നത്. അവിടെ നാം യുഗായുഗം നമ്മുടെ വീണ്ടെടുപ്പുകാരനോടൊത്ത് ആയിരിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അവനോടൊത്ത് അവന്റെ സന്തോഷവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് യുഗായുഗം ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ആവശ്യവും ആഗ്രഹവും എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ പ്രതീക്ഷ ഇത് എന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യാശയും പ്രതീക്ഷയും ഈ തേജസ്കരണം എന്നുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുക എന്നുള്ളതാണ്. അവിടെ നാം പൂർണ്ണമായും രൂപാന്തരപ്പെടുകയും അവിടെ ദൈവത്തിന്റെ നിത്യ മഹത്വത്തിന്റെ പങ്കാളിയായി തീർന്ന് അവനോടൊത്ത് ജീവിക്കുവാൻ ഇടവരികയും ചെയ്യും. അപ്പൊ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? 3 കാര്യങ്ങളും മനസ്സിലായല്ലോ റോമാലേഖനം പഠിക്കുന്നതിന് മുമ്പ്. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. 3 മനസ്സിലായല്ലോ. ആരാണോ എന്തോ നിമ്മി സിസ്റ്റർ ആണോ ചാറ്റിൽ ഒരാൾ ചോദിച്ചിരുന്നു സിൻലെസ്നെസ് ഓഫ് ക്രൈസ്റ്റ്. ഒരാൾ ചോദിച്ചിരുന്നു. അത് ഇനി അരമണിക്കൂർ കൊണ്ട് തീരത്തില്ല, അതെനിക്കൊരു 2 മണിക്കൂർ വേണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ പോയാൽ പക്ഷെ റോമാലേഖനം തുടങ്ങാൻ ഒക്കത്തില്ല എന്നുള്ളൊരു വിഷയവും എൻ്റെ മുമ്പിലുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിൻലെസ്നെസ് ഓഫ് ക്രൈസ്റ്റ് എടുക്കാവുന്നതാണ്. അതെല്ലാം തുടർന്നൊരു 2 മണിക്കൂർ കൂടെ നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇപ്പോൾ സിൻലെസ്നെസ് ഓഫ് ക്രൈസ്റ്റ് എടുക്കുന്നു. എൻ്റെ കയ്യിൽ അതിന്റെ പവർ പോയിന്റ് ഉണ്ട്. എനിക്കൊരു 5 മിനിറ്റ് അതൊന്ന് തപ്പിയെടുക്കുക, പവർ പോയിന്റ് തപ്പിയെടുക്കണമെന്നുള്ളൊരു 5 മിനിറ്റ് വേണ്ടി വരുന്നില്ല. അത് ഡിസ്പ്ലേ ചെയ്ത് പഠിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിന് സൗകര്യമുള്ളവരുണ്ടോ, സൗകര്യമില്ലാത്തവരാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മാസ്റ്റർ VP ജോൺ ക്ലാസ് വേണ്ട എന്ന് പറയുന്നതിനാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിൻലെസ്നെസ് ഓഫ് ക്രൈസ്റ്റ് എടുക്കാവുന്നതാണ്. റോമാലേഖനം നീണ്ടു പോകുന്നതിലും എനിക്ക് കൺസേൺ ഉണ്ട്. മാസ്റ്റർ VP ജോൺ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ ക്ലാസ്സിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഈ സെമിനാരിയിൽ കടന്നു വന്ന ദൈവവചനത്തിന്റെ ആഴങ്ങളെ പഠിക്കുവാൻ ദൈവം അവിടുന്ന് ഭാഗ്യം തന്നല്ലോ. ഇന്ന് പഠിപ്പിച്ചതായ അങ്ങയുടെ ദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പഠിച്ചതായ എല്ലാ ദൈവദാസന്മാർക്കായി, ദൈവദാസിമാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം, മഹത്വീകരണം വളരെ ഡീപ്പായിട്ട് ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇതൊരു വിത്താണ്, അത് വിതയ്ക്കും, ഒരു ദിവസം അത് കിളിർത്തു വരും എന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ലഭ്യമായതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം മാനിച്ചാട്ടെ, ഈ സെമിനാരിയെ മാനിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. എന്റെ ദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. കൃപയ്ക്കുള്ളി മറച്ചാട്ടെ, എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണം. തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ സംസർഗ കൂട്ടായ്മ പഠിപ്പിച്ച എല്ലാ വിഷയത്തിന്മേലും പഠിച്ച എല്ലാവരുടെ മേലും അവിടുത്തെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകണമേ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ, ആമേൻ, ആമേൻ. Thank you all. See you in the next class. God bless you. Thank you very much. Thank you, sir.